നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിക്കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. കേസ് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിനാൽ ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹോട്ടൽ മുറിയെടുത്ത് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ലഹരി ഉപയോഗിച്ചുവെന്നാണ് കൊച്ചി നോർത്ത് പോലീസിന്റെ എഫ്ഐആർ. ഇക്കാര്യം സ്ഥാപിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. കേസിൽ പ്രധാന തെളിവാകുമെന്ന് പോലീസ് കരുതിയ ഫോറൻസിക് പരിശോധനാ ഫലം തിരിച്ചടിയായി. ഒപ്പം ലഹരി ഉപയോഗം നടന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയോ ലഹരി ഉപയോഗമെന്ന ഉദ്ദേശത്തോടെയാണ് മുറിയെടുത്തതെന്ന് വ്യക്തമാക്കുന്ന ഡീറ്റെയിൽ തെളിവുകൾ ലഭിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയെയും സുഹൃത്ത് അഹമ്മദ് മുർഷാദിനെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. താൻ നിരന്തര ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണെന്നും എന്നാൽ ആ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നുമായിരുന്നു ഷൈനിന്റെ മൊഴി. പിന്നാലെയാണ് നടന്റെ നഖത്തിന്റെയും മുടിയുടെയും അടക്കം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. കഴിഞ്ഞ ഏപ്രിലിലാണ് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ മുറിയുടെ ജനൽ വഴി ചാടി ഓടിയത്. ഡാൻസർ സംഘത്തെ കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളും തെറ്റിദ്ധരിച്ചാണ് ഓടിയെന്നായിരുന്നു ഷൈൻ പോലീസിനോട് പറഞ്ഞത്. റിപ്പോർട്ടർ, കൊച്ചി.